അമ്മേ, എനിക്കോ പാർവതിക്കോ ഇതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഈ സംശയം ഉണ്ടായതും അമ്മയോട് നേരിട്ട് വന്ന് ചോദിച്ചത്. അമ്മ, ഞാൻ കരുതിയിരുന്നത് അമ്മയുടെ ആദ്യ ഭർത്താവ് അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയെന്നാ. അന്ന് ഉപേക്ഷിച്ചിട്ട് പോയ ആളിന് പിന്നീട് അമ്മയുടെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ അറിഞ്ഞപ്പോ വൈരാഗ്യം തോന്നി അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെയാ ഞാൻ ചിന്തിച്ചത്. പാർവതി, നീ ഊഹിച്ചതിലോ കണക്ക് കൂട്ടിയതിലോ വല്ല വാസ്തവം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോരായിരുന്നോ ഈ വിചാരണ? എന്റെ ആദ്യ ഭർത്താവിൽ നിന്നും ഞാൻ അനുഭവിച്ചതിന് ഒരു പരിധിയുമില്ലായിരുന്നു. എന്നും കണ്ണീര് മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനും ഏതിനും അയാൾക്ക് എന്നെ സംശയമായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അയാൾ എന്നെ തല്ലുമായിരുന്നു. അയാളുടെ തല്ലും തൊഴിയെ ഏൽക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോ എനിക്കെന്റെ മക്കളുടെ മുഖം ഓർമ്മ വരുന്നത്. ഞാൻ മരിച്ചുപോയാ എന്റെ മക്കൾക്ക് പിന്നെ ആരാ ഉള്ളത്? അതുകൊണ്ട് അയാളുടെ പീഡനങ്ങളെല്ലാം സഹിച്ച് ഞാൻ ജീവിച്ചു. ഒടുവില് എന്റെ സങ്കടങ്ങൾ കണ്ടിട്ടായിരിക്കും ഒരു ദിവസം ദൈവം അയാളെ മുകളിലേക്ക് വിളിച്ചു. ഇവള് നല്ല നടിയാണല്ലോ. എന്റെ മക്കൾ അവരെന്റെ ജീവനാ. അവർക്ക് വേണ്ടി ഞാൻ എന്തും സഹിക്കും. അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഞാൻ വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറായത് പോലും. ഇവിടെ വന്നപ്പോ എനിക്ക് ഒരു മകനെ കൂടി കിട്ടി. അമ്മയില്ലാതെ വിഷമിക്കുന്ന ഇവനായിരുന്നു പിന്നെ എനിക്കെല്ലാം. എന്റെ മക്കളെക്കാൾ ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത്. കണക്ക് പറയുന്നതല്ല. നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു. അമ്മേ, സോറി അമ്മേ. അമ്മ കരയാതിരിക്കെ. ചേച്ചി, കരയല്ലേ ചേച്ചി? പാർവതി, എന്റെ ആദ്യ ഭർത്താവ് ആരാണെന്നറിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സംശയം തീരുമല്ലോ. അയാളുടെ ഫോട്ടോ ഞാൻ കാണിക്കാം. പാർവതി.